ചില കാര്യത്തിലൊക്കെ എക്സ്പേർട്ടായ ഞങ്ങൾക്കും കൂടി അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, സ്ട്രോക്കാണോ അല്ലേ എന്നുള്ളത്. അതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അടഞ്ഞ രക്തക്കുഴൽ തുറക്കാനുള്ള രീതികൾ നോക്കണം. ഇപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്കറിയാം രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടോ, വലിയ രക്തക്കുഴലാണോ ചെറിയ രക്തക്കുഴലാണോ എന്ന്. ഒരു മാസീവ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സ നേരെയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു 60% ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ഏറ്റവും നല്ല ചികിത്സയ്ക്കാണെങ്കിൽ തന്നെ. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൻ്റെ തകരാറുകൾ കൊണ്ടുണ്ടാവുന്ന അസുഖത്തിനെയാണ് സാധാരണയായി സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു പോവുക, അതാണ് കൂടുതൽ സാധാരണയായിട്ടുള്ളത്. പിന്നെ അപൂർവമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടിപ്പോവും, അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രോക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്കിന് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു പോവുകയാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അടഞ്ഞ രക്തക്കുഴൽ തുറക്കാനുള്ള രീതികൾ നോക്കണം. പിന്നെ എന്തുകൊണ്ടൊക്കെയാണ് ഇത് അടഞ്ഞത് എന്നുള്ള പ്രധാന കാരണങ്ങൾ നോക്കിയിട്ട് അതിന് ഭാവിയിൽ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അതും നോക്കണം. ഇത് നേരെ വിപരീതമാണ് പൊട്ടിയിട്ടുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സ. അത് പൊട്ടുകയാണുള്ളത്. അപ്പോൾ അത് എവിടെയാണ് പൊട്ടുള്ളത്, അതിനെങ്ങനെ നമുക്ക് അടക്കാൻ പറ്റും, അങ്ങനെ അവിടത്തേക്കുള്ള രക്തക്കുഴൽ എങ്ങനെ നമുക്ക് രണ്ടാമത് സർക്കുലേഷൻ നേരെയാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നോക്കാനുള്ളത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥിതി തന്നെയാണ്. ചില കാര്യത്തിലൊക്കെ എക്സ്പേർട്ടായ ഞങ്ങൾക്കും കൂടി അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, സ്ട്രോക്കാണോ അല്ലേ എന്നുള്ളത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, സിംപ്ലിസിറ്റിക്ക് പറയുക ബി ഫാസ്റ്റ് എന്നാണ് പറയുക. അതായത് സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം, അതൊരു കാരണമാണ്. അതിനെ ചുരുക്കിയിട്ടാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബാലൻസ്. അപ്പോൾ നമുക്ക് ബാലൻസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, നമ്മൾ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവുക, വീഴാൻ പോവുക, കള്ള് കുടിച്ച പോലെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ബാലൻസിൻ്റെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതൊരു അടയാളമാണ്. പിന്നെ ബി ഇ ഐ, പിന്നെ വിഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, കണ്ണ് രണ്ടും കാണാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കാണാതിരിക്കുക, കണ്ണ് കോടി പോവുക, അടഞ്ഞു പോവുക, അങ്ങനെ ഐ പ്രോബ്ലം, അങ്ങനെ ബി ഇ ഐ. പിന്നെ ഫാസ്റ്റ് ഫേസ്, മുഖം കോടി പോവുക, കോടിയ പോലെ കുറച്ചുണ്ടാവുക, മുള്ളു കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിന്. പിന്നെ എ ആണ് ഫാസ്റ്റിൽ എ. ആം എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വീണ് പോവുക, അല്ലെങ്കിൽ കൈയിൻ്റെ പ്രവർത്തനം ഇല്ലാണ്ടാവുക ഏതെങ്കിലും ഒരു കൈയിനെ. ഇപ്പോൾ പിന്നെ എസ്, അത് സ്പീച്ചാണ്. അതായത് നമുക്ക് വർത്തമാനം പറയാൻ പറ്റാതിരിക്കുക, പറഞ്ഞത് മനസ്സിലാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ തീരെ വർത്തമാനം ഇല്ലാണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഇതാവുക. പിന്നെ ടി എന്ന് പറയുന്നത് ടൈം ടു കോൾ ആംബുലൻസ് എന്നുള്ളതാണ്. അപ്പോൾ ബി ഫാസ്റ്റ് എന്ന് ഓർത്താൽ ഏകദേശമൊക്കെ നമുക്ക് പിന്നെ സ്ട്രോക്കിനെ പറ്റി ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവും. ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന എനി ബാലൻസ് ഇഷ്യൂ, പിന്നെ ഐൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, കാഴ്ച ഉണ്ടാവാതിരിക്കുക, കാടിന് കൂടുക, കോങ്കണ്ണായി വരിക, അങ്ങനെയുള്ളത്. പിന്നെ ഫേസിൻ്റെ ഡീവിയേഷനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അപൂർണ്ണമായിട്ടോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ആംസിങ്, ഇത് കൈ ഇങ്ങനെ ഒതി പോകുന്നുള്ളത്. പിന്നെ സ്പീച്ചിൻ്റെ, അതായത് നമ്മൾ വർത്തമാനം പറയാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വർത്തമാനം പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു പോവുക, അല്ലെങ്കിൽ വിചാരിച്ച വർത്തമാനം നമുക്ക് വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ തീരെ വർത്തമാനമില്ല, വേറെ എന്തെങ്കിലും നമ്മളില്ലാത്തൊരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ വെറുതെ ഒച്ച മാത്രം നമ്മൾ ചോദിക്കുമ്പോൾ രോഗി വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇത് വേറെ ഏതെങ്കിലും ഭാഷയിലാണോ പറയണമെന്നൊക്കെ വരെ വിചാരിച്ചു പോകും. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ഭാഷയൊന്നും ഉണ്ടാവില്ല, അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു സിംപിളിസ്റ്റിക് ഇതാണ് കേട്ടോ. അങ്ങനെ തന്നെ ആയിക്കോളൊന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബോധമില്ലാണ്ടായി എന്ന് വരും, രണ്ട് കൈയും രണ്ട് കാലും തീരെ ഇളകാതെയായി എന്ന് വരും. പിന്നെ നമുക്ക് വേറെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാ അവയവങ്ങളെയും പിന്നെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണ്. അപ്പോൾ തലച്ചോറിനായതിന് ഓരോന്നിനും ഓരോ ഏരിയ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇമോഷണൽ പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടെന്നുള്ള, ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു രോഗി വന്നു, അവർ പെട്ടെന്ന് നമ്മൾ സൈക്യാട്രി ആണെന്ന് വിചാരിക്കും, അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവർ പിന്നെ വളരെ മെല്ലെ, അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് കഴിഞ്ഞിട്ടേ അവർ പറയുള്ളൂ. നമ്മൾ പറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 40 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ ടേംസിൽ അപ്പതി എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ആ ഒരു ചിന്ത മാത്രം. അപ്പോൾ അവരിങ്ങനെ വെറുതെ കിടക്കുകയാണെങ്കിൽ വിശക്കുന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, അവരങ്ങനെ കിടക്കും. പക്ഷേ പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ അത് സൈക്യാട്രി അല്ല എന്ന് വിചാരിച്ച് നോക്കി സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തുള്ള അടവ് വരുന്നു.
നമ്മളെ പിന്നെ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി എന്ന് പറയും, ഇവിടെ തലച്ചോറിന് മുൻപേ ഭാഗത്തുള്ള, അതിൻ്റെ ചില ഭാഗത്തുണ്ടായാലും നമുക്ക് അങ്ങനെ വരും. പിന്നെ ചില ഭാഗത്ത് നമുക്ക് അപൂർവമായിട്ട് ഡിസിൻഹിബിഷൻ, അതായത് ഇപ്പോൾ നമുക്ക് പിന്നെ എന്തൊക്കെ നമുക്ക് പറയണം എന്തൊക്കെ പറയണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഭാര്യേൻ്റെ അടുത്ത് പറയുന്ന എല്ലാ കാര്യവും നമ്മളെ ഉമ്മാൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം വേറെ ചെറിയ കുട്ടീൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് അതറിയാം, ചിലതൊക്കെ പറയണം ചിലത് പറയരുത്, അങ്ങനെയുള്ളതുണ്ട്, അത് പോവും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നിയത് അതൊക്കെ പറയുന്നത്, അങ്ങനത്തെ ആൾ സ്വഭാവം, അങ്ങനെ സ്വഭാവത്തിലുള്ള വ്യത്യാസം വരാം. പിന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ അപസ്മാരമായിട്ട് വരും, അതായത് ഇപ്പം പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വരിക, അതിൽ ഒരു അപസ്മാരമായിട്ട് മാത്രം പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കയ്യിന് മാത്രം, ഇപ്പോൾ ബി ഫാസ്റ്റിൽ അതൊന്നും ഉണ്ടാവില്ല, ഒരു കൈ മാത്രം ഉണ്ടായി പോകുന്നു. അങ്ങനെ പല രീതിയിലും വരാം. ഏത് ഭാഗത്തൊക്കെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം പോയി, ഇപ്പോൾ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ച് മാത്രം വരും, കോങ്കണ്ണ് മാത്രമായിട്ട് വരിക, അല്ലെങ്കിൽ കണ്ണ് ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് മാത്രം പോവുക, ഒരു കണ്ണിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു അടിയിലേക്കുള്ള ഭാഗം മാത്രം കാണാതെ. അപ്പോൾ ഒരു ക്ലോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലോക്കിൻ്റെ താഴെ ഭാഗം കാണില്ലാത്ത മാതിരി. ഇപ്പോൾ ഒരാളെ മുഖം നോക്കുകയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നിട്ട് മാത്രം കാണുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലും സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്, ബി ഫാസ്റ്റ്. അതെപ്പോഴും ഓർത്ത് വെച്ചാൽ നമുക്ക് സ്ട്രോക്ക് ഏകദേശമൊക്കെ തിരിച്ചറിയാം. അത് സ്ട്രോക്ക് ആദ്യം നമ്മൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ എല്ലാ സിംറ്റവും നമുക്ക് അടഞ്ഞിട്ടുള്ള സ്ട്രോക്കിൻ്റെ സിംറ്റം ഒക്കെയും പൊട്ടിയിട്ടുള്ള സ്ട്രോക്കിനും ഉണ്ടാവാം. അപ്പോൾ അതേ ഏരിയയിലേക്കുള്ള രക്തക്കൊഴൽ അതേ ഏരിയയിലേക്ക് അടഞ്ഞാൽ കോശങ്ങൾ നശിച്ചു പോകുമ്പോഴാണ് ഈ സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അതിപ്പോൾ അടഞ്ഞിട്ടാണ് ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനുള്ള വേറെ ചികിത്സ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് തുറക്കാനുള്ളത്. അപ്പോൾ വലിയ നമ്മൾ സാധാരണ അടഞ്ഞിട്ടുള്ള സ്ട്രോക്കിനെ 4ആയിട്ട് തരംതിരിക്കും. ഒന്ന് ചെറിയ രക്തക്കൊഴലിന് തകരാറുകൾ, മറ്റൊന്ന് വലിയ രക്തക്കൊഴൽ. വലുതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതൊന്നുമല്ല, 3 മില്ലിമീറ്ററാണ് നമ്മൾ തലച്ചോറിനുള്ളിൽ വലുത് എന്ന് പറയുന്നത്. ഇപ്പം വലിയ രക്തക്കൊഴലാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഫുള്ളായിട്ട് അടഞ്ഞതാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഹൃദയത്തിൻ്റെയൊക്കെ രക്തക്കൊഴൽ തുറക്കുന്ന പോലെ നമ്മൾ ഉള്ളിൽ കൂടെ പോയിട്ട് അവിടെ എവിടെയാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് ഉണ്ടായാലും ആദ്യം അറിയേണ്ടത് സ്ട്രോക്ക് ആണോ അല്ലേ എന്ന് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. അത് സ്ട്രോക്കിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഷുഗർ കുറഞ്ഞാലുണ്ടാവാം, പിന്നെ ഇതേ പറഞ്ഞ പോലെ അടഞ്ഞാലും പൊട്ടിയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രോക്ക് ആണോ അല്ലേ എന്ന് അറിയണം. അത് നമ്മൾ രോഗിനെ പരിശോധിച്ചതിന് ശേഷം പിന്നെ ഡീറ്റെയിൽഡ് നമ്മൾ ക്ലിനിക്കൽ സിനാരിയോ നോക്കണം, എന്തൊക്കെയാണ് അവർക്ക് സാധ്യത ഉള്ള ഒരാളാണോ അല്ലേ, അതൊക്കെ നോക്കിയിട്ടാണ് ആദ്യം സ്ട്രോക്ക് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ സ്ട്രോക്ക് സംശയിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്കാനിങ് എടുക്കണം. സ്കാനിങ് എടുക്കുന്ന 2 കാരണത്തിനാണ്. ഒന്ന് അടഞ്ഞതാണോ പൊട്ടിയതാണോ എന്ന് അറിയും. പിന്നെ ഇപ്പോഴും ഈ കാലത്ത് നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രക്തക്കൊഴലിൻ്റെ സ്കാനും കൂടി എടുക്കും. അതിന് ആൻജിയോഗ്രാം എന്ന് പറയുക. ഇപ്പോൾ പലതരം ആൻജിയോഗ്രാം ഉണ്ട്. ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പോയിട്ട് ഹൃദയത്തിന് അവിടെ മാത്രം എടുക്കുന്നത്. പിന്നെ അല്ലാതെ സ്കാനിങ്ങിൻ്റെ കൂടെ തന്നെ ആൻജിയോഗ്രാം എടുക്കാം. അതിന് MR ആൻജിയോ, CT ആൻജിയോ എന്നൊക്കെ പറയും, സ്കാനിങ്ങിൻ്റെ കൂടെ എടുക്കുന്നത്. അത് മറ്റേൻ്റെ അത്ര ക്ലിയർ അല്ല, എന്നാലും നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ സ്കാനിങ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ MRI ആണെങ്കിൽ MR ആൻജിയോ എടുക്കും. നമ്മളധികം MR ആൻജിയോ ആണ് അധികം എടുക്കാറുള്ളത്. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നല്ലതുള്ളത്. CT ആൻജിയോ ആകുമ്പോൾ കുറച്ചും കൂടി റേഡിയേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ പേഷ്യൻറ്റിന് പിന്നെ ഈ ആൻജിയോ ഡൈ കയറ്റണം, അപ്പോൾ അതിന് മുമ്പ് കിഡ്നീൻ്റെ പ്രവർത്തനമൊക്കെ അറിയാനുണ്ട്. MRI ആകുമ്പോൾ അതൊന്നും നോക്കാതെ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ വരുമ്പോൾ സാധാരണഗതിയിൽ ആദ്യം സ്ട്രോക്ക് ആണോ അല്ലേ നോക്കണം. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി സ്കാനിങ് എടുക്കണം. സ്കാനിങ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആൻജിയോഗ്രാമും കൂടി ചെയ്യും. ഇപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്കറിയാം രക്തക്കൊഴൽ അടഞ്ഞിട്ടുണ്ടോ, വലിയ രക്തക്കൊഴലാണോ ചെറിയ രക്തക്കൊഴലാണോ എന്ന്. പിന്നെ വേറൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ടൈമാണ്. ഈ കോശങ്ങളിപ്പോൾ രക്തസഞ്ചാരം നിന്നാലും ഒരു പരിധി വരെ നമ്മൾ സാധാരണ പറയുക ചെറിയ രക്തക്കൊഴലൊക്കെ ആണെങ്കിൽ 4.5 മണിക്കൂർ വരെയൊക്കെ നമുക്ക് നിന്നാലും ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ രക്തക്കൊഴലാണെങ്കിൽ ഇൻട്രാവീനസ് ത്രോംബോലൈസിസ് എന്ന് പറയും. സാധാരണ തന്നെ ഇവിടെ മരുന്ന് കയറ്റിയിട്ട് അലിച്ച് കളയാൻ പറ്റും. അപ്പോൾ അത് വലിയ രക്തക്കൊഴലാണെങ്കിൽ അത് പറ്റില്ല. വലിയ രക്തക്കൊഴലാണെങ്കിൽ നമ്മൾ പിന്നെ ഇൻട്രാ ആർട്ടീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബോലൈസിസ് എന്ന് പറയും. അതാണ് നമ്മൾ മറ്റേ കാത്ത് ലാബിലേക്ക് കൊണ്ടുപോയി നമ്മൾ പിന്നെ ഈ ശുദ്ധരക്തക്കൊഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറി പിന്നെ തലച്ചോറിൻ്റെ ഉള്ളിലെത്തിയിട്ട് അത് വലിച്ചെടുക്കണം. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡാണ്. ഈ കാര്യത്തിൽ പിന്നെ വേൾഡ് വൈഡ് സ്റ്റഡീസൊക്കെ വരുന്നതൊക്കെ ഒരു 2015 ശേഷമാണ്. ഇപ്പോൾ പിന്നെ ഒരുവിധം ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാർ ഇത് ഒരു 2008-2009 മുതൽ തന്നെ
കേരളത്തിലെ രണ്ടാമതായിട്ട് തന്നെ തുടങ്ങിയത് നമ്മളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക്, അതായത് ലോകത്തിന് അതിൻ്റെ ഒരു സ്റ്റഡീസ് വരുന്നതിൻ്റെ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം മുമ്പ് തന്നെ ഞങ്ങൾ ഒരുപാട് ആളുകളെ ഇത് ചെയ്തിട്ട് രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കേണ്ടത് സമയം നോക്കണം, ചെറിയ രക്തക്കോലാണോ വലിയ രക്തക്കോലാണോ നോക്കണം, അതേമാതിരി നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് നോക്കണം. പിന്നെ അപൂർവമായിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത്, പിന്നെ നമ്മൾ പറയും ഈ വലിയ രക്തക്കൊല്ലുള്ള ബ്ലോക്ക് സാധാരണ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയാണ് ചികിത്സിക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷെ അപൂർവമായിട്ട് ചില ആളുകൾക്ക്, ഇപ്പോൾ പറ്റ ചെറുപ്പക്കാർ, പ്രമേയമൊന്നും ഇല്ലാത്ത ആൾക്കാർ, കുട്ടികൾ, അങ്ങനത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വേറെ ഭാഗത്ത് കൂടിയും രക്തം എത്തുന്നുണ്ടാവും. അത് ഞങ്ങൾ കൊലാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്ക് ബൈപ്പാസ് പോലെ, അപ്പോൾ ദൈവം തന്നെ കുറേ ബൈപ്പാസ് വെച്ചിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ വേറെ ഭാഗത്ത് കൂടെ എത്തും. അപ്പോൾ അത് അധികമുള്ള ആൾക്കാരാണെങ്കിൽ അവർ രക്തക്കൊല അടഞ്ഞാലും കുറേ സമയം അവർ പിടിച്ചു വെക്കും. ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാർ 24 മണിക്കൂറോ അല്ലെങ്കിൽ അതിലേറെ ഉണ്ടെങ്കിലും അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ പറയുക പെർഫ്യൂഷൻ സ്കാൻ എന്നാണ് പറയുക. അതും കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മളാണുള്ളത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന MR പെർഫ്യൂഷൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണുള്ളത്. അതാവുമ്പോൾ സുഖം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ സാധാരണ അധിക സ്ഥലത്തും ചെയ്യുന്നത് 24 മണിക്കൂറിന് അടുപ്പിച്ച് ഒരു 16 മണിക്കൂറിന് ശേഷമൊക്കെ ആൾക്കാർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ട്രയൽ റണ്ണാണ്. അതായത് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുക, കിട്ടി എന്നുള്ള പോലെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കുള്ളൊരു സുഖം എന്താണെന്ന് പറഞ്ഞാൽ അവരെ പെർഫ്യൂഷൻ സ്കാൻ ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ്ലി എങ്കിലും അറിയാം ഇവർക്കിത് ചെയ്താൽ തീരെ കാര്യമില്ലാത്തതാണോ കാര്യമുണ്ടോ, പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ സ്ട്രോക്കിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഒരു മാസീവ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സ നേരെയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു 60% ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ഏറ്റവും നല്ല ചികിത്സയ്ക്കാണെങ്കിൽ തന്നെ. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജീവനാപായം ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഡിസബിലിറ്റി വരിക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും നമുക്ക് പറയാനാണെങ്കിൽ, പിന്നെ നമ്മൾ സാധാരണ പിന്നെ മേജർ കോസസും ഉണ്ട്, മൈനർ കോസസും ഉണ്ട്. പിന്നെ ഇഡിയോപ്പതിക് എന്ന് പറയും, അത് മെഡിക്കലി തന്നെ കുറേ ആൾക്കാർക്ക്, അതായത് നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും കാണാത്ത സ്ട്രോക്കുകളുമുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ പറയുക ഈ പിന്നെ മേജർ കോസ് എന്ന് പറയുന്നത് ഏകദേശം ഹാർട്ട് അറ്റാക്കിൻ്റെ അതേപോലെയുള്ള ഇതാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് BP ഉണ്ടാവുക, പിന്നെ ഷുഗർ, അതായത് പിന്നെ ഡയബറ്റീസ് നേരെ കൺട്രോൾ ആകാതിരിക്കുക, ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ കൂടുക, സ്മോക്കിങ്, പിന്നെ സെഡൻഡറി, അതായത് പിന്നെ നമ്മൾ എക്സസൈസ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു എക്സസൈസും ഇല്ലാത്ത ജീവിതം, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇത് 5 നമ്മളെ മേജർ ഇതുള്ളത്. അത് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ഒരു മേജർ റിസ്ക് ഫാക്ടറൊക്കെ കുറക്കാം. പക്ഷേ അതല്ലാത്ത ഒരുപാട് മൈനർ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതൊരുപാടുണ്ട്. അത് പിന്നെ നമുക്ക് ഓരോരുത്തരെ ഇതിനനുസരിച്ച് സാധാരണഗതിയിൽ നമ്മൾ മേജർ റിസ്ക് ഫാക്ടർ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ മൈനർ അധികം നമ്മൾ തരാറില്ല. പക്ഷെ അപൂർവം ചില ആളുകൾക്ക് മൈനർ റിസ്ക് ഫാക്ടറും മേജറും കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മൈനർ റിസ്ക് ഫാക്ടർ തന്നെ കുറേ എണ്ണം ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലതരം ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സ്ട്രോക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ചില സാധാരണ വൈറൽ ഇൻഫെക്ഷൻ മാത്രം വരും, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഈ സ്ട്രോക്കായിട്ട് അതിൻ്റെ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് വരും. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് കേരളത്തിൽ അധികം കണ്ടുവരുന്ന വേറൊന്നാണ് മാലിഗ്നൻസി അസോസിയേറ്റഡ് സ്ട്രോക്ക്. അതായത് ഇപ്പോൾ ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുക. അപ്പോൾ അതുണ്ടായാൽ പ്രായമായ പല ആളുകൾക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുക, അത് ചിലപ്പോൾ രോഗി അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗി അറിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൈപ്പർ വിസ്കോസിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോത്രോംബോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് രക്തം പെട്ടെന്ന് കട്ടയാവാനുള്ളൊരു സാധ്യത അവർക്ക് കൂടുകയാണ് ഈ ക്യാൻസർ ഉണ്ടായിട്ട് അതിൻ്റെ റിയാക്ഷനായിട്ട്. അപ്പോൾ അവർക്ക് പിന്നെ പല ഭാഗത്തും, ഇപ്പം ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ചികിത്സയും കൊടുക്കുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് വരും, പിന്നെ വേറെ ഭാഗത്ത് വരും. അതങ്ങനെ പേഷ്യൻ്റ് പെട്ടെന്ന് അടിക്കടി സ്ട്രോക്കിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട സാധാരണ ചികിത്സയൊക്കെ കൊടുത്ത് അയാളൊരു ചെറിയ ഡയബറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അപ്പോൾ പ്രഥമ ദൃഷ്ടിയ നമ്മൾ വിചാരിക്കും ഇയാൾ പ്രമേയം കൊണ്ടാണ് ഇത് ഉണ്ടായെന്നുള്ളത്. പക്ഷേ പ്രമേയം അയാൾ നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ക്യാൻസറിനെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പ്രാഥമിക സ്ഥലത്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഉദാഹരണമായിട്ട് അയാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട്, അയാൾ ചോര തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ
റിലേറ്റീവ്ലി എളുപ്പമാണ്. അല്ലെങ്കിൽ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ട്, അവർ ചോര ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മലത്തിൽ ചോര പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും എങ്ങനെയാണ് പറ്റുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ റിയാക്ഷൻ മാത്രമേ ആദ്യം വരുള്ളൂ. അതായത് ക്യാൻസർ അവിടെ ഉണ്ടാവും, അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, സ്ട്രോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സ്ട്രോക്ക് വരും, നമ്മൾക്ക് ചെറിയ പ്രമേയമുണ്ട്, നമ്മൾ അതിന് ചികിത്സയൊക്കെ കൊടുക്കും. പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ പേഷ്യൻ്റ് പോയി പിന്നെ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത സ്ട്രോക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മരുന്ന് ഫലിക്കുന്നില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ചികിത്സേൻ്റെ തെറ്റാണെന്ന് വിചാരിക്കും. കാരണം രോഗിക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആദ്യം പിന്നെ ഹോൾ ബോഡി സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അതായത് ഹോൾ ബോഡി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും തല നമ്മൾ ഓൾറെഡി ഇത് വരുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തൊറാക്സും അബ്ഡോമനും, അതായത് ചെസ്റ്റും അബ്ഡോമനും കൂടി ആദ്യം CT സ്കാൻ എടുത്ത് നോക്കും. അതോടുകൂടി തന്നെ വൃഷ്ണം, മറ്റേ ബ്രസ്റ്റ്, അങ്ങനത്തെ ഇതൊക്കെ അതും ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ കിട്ടൂല. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ സാധാരണ CT അല്ലെങ്കിൽ MRI ആണ് ഇതിനെടുക്കുക. അതിൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ നമ്മൾ PET സ്കാൻ എന്ന് പറയും, അത് ചെയ്യണം. അത് സ്പെഷ്യലൈസ്ഡ് സ്കാനാണുള്ളത്, അത് വളരെ കുറഞ്ഞ സെൻറ്റേഴ്സിലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ പിന്നെ വളരെ അപൂർവമായിട്ട് ആദ്യത്തെ പെറ്റിലും കിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് പിന്നെയും സിംറ്റം ഉണ്ടെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും പെറ്റ് ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധി വരെ ചിലപ്പോൾ ശരിയായിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വളരെ കൺക്ലൂസീവായിട്ട് പറയാനിപ്പോൾ നമുക്ക് അത് ചെയ്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ അതിന് മുമ്പ് എത്രയായിരുന്നു നമുക്ക് പറയാൻ വയ്യ. പക്ഷെ എന്നിരുന്നാലും ത്രോംബോട്ടിക് സ്റ്റേറ്റ് ഈ വാക്സിനേറ്റഡ് ആളുകൾക്ക് കുറച്ച്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസറിന് ശേഷം ഇത് കൂടുന്നു എന്ന് പറഞ്ഞില്ല, അതേമാതിരി ഇവർക്കും കുറച്ചൊരു കൂടുതലാണ് തന്നെയാണ് സ്റ്റഡീസ് പറയുന്നുള്ളത്. പക്ഷെ നമുക്കൊരു മാർക്കറ്റ്ലി കൂടിയതൊന്നും പറയാനില്ല, പക്ഷെ കൂടുതൽ തന്നെയാണുള്ളത്. അതിപ്പോൾ ഈ ചില ആളുകൾക്ക് ഇപ്പോൾ ഈവൻ ഡീഹൈഡ്രേഷൻ തന്നെ സ്ട്രോക്ക് ഉണ്ടാക്കും. ഇപ്പോൾ നല്ല വേനൽ, ഇപ്പോൾ അതേ നല്ല വേനലിലെ ആളുകൾ പുറത്ത് കുറേ നേരം ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ ടർഫിലൊക്കെ കളിക്കുമ്പം കുഴഞ്ഞു വീണ് മരിക്കുന്ന ചിലതൊക്കെ സ്ട്രോക്ക് ആയിരിക്കും, എല്ലാം മറ്റാക്കാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്. ചില ആളുകൾ കളിയിൽ മുഴുകിയാൽ അവർ ബാക്കിയൊന്നും അറിയുന്നില്ല, ഈവൻ വെള്ളം കുടിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അറിയാതെ തന്നെ അതിൽ തന്നെ മുഴുകി പോയിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഒരു വെള്ളം ഇഷ്ടത്തിന് നമ്മൾ നിർജ്ജലീകരണം ഇല്ലാതിരിക്കുക എന്നുള്ളത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മേജർ റിസ്ക് ഫാക്ടറിൽ പറഞ്ഞതിൽ തന്നെ ഒരു ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൽ പെടുന്നതാണ്. BP, അതേ പിന്നെ ഈ ഇതിൽ നമ്മൾ ജങ്ക് ഫുഡ്, ഹൈ സാൾട്ട്, മുകളിലെ പാക്ക്ഡ് ഫുഡ്, അതിലൊക്കെ എല്ലാ പ്രിസർവ്ഡ് ഫുഡിലും ബേക്കറി ഫുഡിലൊക്കെ സാൾട്ട് അധികം. അപ്പോൾ സാൾട്ട് കണ്ടൻറ്റ് ഈ BP എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇതിൽ വന്നു. പിന്നെ ഡയബറ്റീസിന് ഈ നമ്മുടെ പിന്നെ ഈ ജങ്ക് ഫുഡ്, മറ്റേ മൈദ, ചോക്ലേറ്റ്, അങ്ങനത്തെ ഇതൊക്കെ ഇത് കൂട്ടാനുള്ളൊരു സാധനം, അത് രണ്ടാമത്തെയായി. പിന്നെ ഈ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലുള്ളതാണ് സ്മോക്കിങ്ങും ആൽക്കഹോൾസും, അത് രണ്ടും പിന്നെ മേജർ റിസ്ക് ഫാക്ടറിൽ വന്നു. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇപ്പോൾ 5 മേജർ റിസ്ക് ഫാക്ടറും ലൈഫ് സ്റ്റൈലുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ അധികം ആളുകളും ഇപ്പം പിന്നെ ഈടായിട്ട് കുറച്ചെങ്കിലും യങ്ങർ ജനറേഷൻ കുറച്ചെങ്കിലും എക്സസൈസും മറ്റേ കുറച്ചും കൂടി ഇതുണ്ട്. അല്ലാത്ത അതിൻ്റെ അടുക്കുള്ള കുറേ ആളുകൾ തീരെ എക്സസൈസോ അല്ലെങ്കിൽ തടി ഇളകുന്നതോ ഒരു മോശം എന്നുള്ള പോലെ ഇരുന്നിട്ട് നടത്തം തീരെ ഇല്ല, വേറെ എക്സസൈസ്, ജിം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഇതിൻ്റെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട തന്നെയാണ്. ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ അവരെ മാനസികാവസ്ഥയും എല്ലാം ഒരു പോസിറ്റീവിൽ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ഇനിയിപ്പോൾ അഥവാ സ്ട്രോക്ക് ഉണ്ടായാലും അവർക്ക് കുറച്ചെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റും.